പറഞ്ഞു പോകുന്ന ചെറിയ കാര്യങ്ങളിൽ പിന്നീട് വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഏതൊരാളെ പോലെ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. നിങ്ങൾ ഈ കണ്ട വിഷ്വൽസ് ഞാൻ കൂടെ മെമ്പറായ കൊല്ലം ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ ഇന്ന് മഴ നനഞ്ഞ് റോഡിലിറങ്ങി സമരം ചെയ്തതാണ്. തങ്ങളുടെ ഏതെങ്കിലും ആവശ്യം ലഭ്യമാകുന്നതിന് വേണ്ടിയോ നഷ്ടപ്പെട്ടു പോയ അവകാശം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല, മറിച്ച് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളെ കൊള്ളയടിക്കാൻ പാടില്ല എന്ന സൂചന നൽകിയ സമരമായിരുന്നു. എന്താണ് ഈ സമരത്തിന്റെ കാരണം? 2 മാസം മുമ്പ് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു പോയതാണ്. ഫാമിലി കോർട്ട് ആക്ടിന്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ 7(1)(c) വകുപ്പ് പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ 50 രൂപയാണ് ഫീസ് ചുമത്തി വരുന്നത്. ആയതും പരിഷ്കരിക്കുവാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. തർക്കസംഗതിയിലെ 1 ലക്ഷം രൂപ തുക 1 ലക്ഷം കവിയാത്തടത്ത് 200 രൂപയും 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സംഗതിയിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5%, 5 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ പരമാവധി 2 ലക്ഷം രൂപ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അവകാശപ്പെടുന്ന തുകയുടെ 1% കോടതി ഫീസ് ചുമത്തും. വസ്തു സംബന്ധമായ കേസുകൾ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് നാളിതുവരെ 50 രൂപ മാത്രമായിരുന്നു കോടതി ഫീസ്. അതാണ് ശതമാനക്കണക്കിൽ ലക്ഷം എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാർ അങ്ങനെ അഭിഭാഷകൻ കൂടിയാണ്. കുടുംബ കോടതിയിൽ വസ്തു സംബന്ധമായ കേസിൽ വരുന്ന സ്ത്രീകളുടെ അവസ്ഥ അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. സാധാരണ സിവിൽ കോടതികളിലെ വസ്തു സംബന്ധമായ കേസുകൾ പോലെയല്ല കുടുംബ കോടതിയിലെ വസ്തു സംബന്ധമായ കേസുകൾ. ഫാമിലി കോടതിയിൽ എപ്പോഴും കേസിന് വരുന്നത് 99% സ്ത്രീകളായിരിക്കും. കാരണം വിവാഹ സമയത്ത് അവളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അവൾക്ക് നൽകിയ സ്വർണവും പണവും ഭർത്താവിന്റെ വീട്ടുകാരും എടുത്ത് ദുരുപയോഗം ചെയ്തതിനു ശേഷം, അവളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞതിനു ശേഷം, അവളെ വഴിയാധാരമാക്കി കഴിയുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞ് എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും നടത്തിയതിനു ശേഷമായിരിക്കും അവളുടെ അഭിഭാഷകന് മുമ്പിലെത്തുക, ഫാമിലി കോടതിയിലെത്തുക. അവളുടെ ആവശ്യം, എന്റെ മാതാപിതാക്കൾ എന്റെ വിവാഹ സമയത്ത് നൽകിയ സ്വർണവും പണവും എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തരണം സാറേ എന്ന നിലവിളിയോടുകൂടിയാണ് അവൾ വന്നിരിക്കുന്നത്. അങ്ങേക്കറിയാം ഇവിടെ പിടിച്ചാൽ കൊള്ള ലാഭം ഉണ്ടാക്കാമെന്ന്, ഇവിടെ പിടിച്ചാൽ ഖജനാവ് നിറയ്ക്കാൻ കഴിയുമെന്ന്. ഈ സ്ത്രീകളാരും സംഘടിതമായി ആക്രമിക്കാൻ വരില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടുമാണ് നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ഒരുപാട് ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്കും സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച തുടക്കം കുറിച്ച ബാർ അസോസിയേഷനാണ് കൊല്ലം. ഇന്ത്യയുടെ പരമോന്നത കോടതിയിലേക്ക് ന്യായാധിപരെ സംഭാവന ചെയ്ത ബാർ അസോസിയേഷനാണ് കൊല്ലം. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പൊൻതാരകങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന ബാർ അസോസിയേഷനാണ് കൊല്ലം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റു ബാർ അസോസിയേഷനുകളും ഈ സമരം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഒറ്റ വാക്ക്: സെൻസേഷണൽ ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും മാത്രം കൊടുത്ത് ശീലിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം ഏറ്റെടുത്താൽ അതൊരു പുതുമ കൂടിയായിരിക്കും.